ഞാൻ ആണോ? ഈ മാസം ലാസ്റ്റ് വീക്ക് വരും. ലാസ്റ്റ് വീക്ക്. ആരാ വിളിക്കാൻ വരുന്നത്? ഞാൻ വരണോ? പിക്കാൻ വരണോ? വേണ്ട. ഞങ്ങള് അവിടെ ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ. ഉം. ഓ അങ്ങനല്ലേ. അപ്പം ഇത്തവണ ഞാനും കൊച്ചും മാത്രമേ വരുന്നുള്ളൂ. ഉള്ളു. ഉം. ഹസ്ബൻഡ് ഇല്ല. പുള്ളിക്കാരൻ വരുന്നില്ല? ഇല്ല പുള്ളി വരുന്നില്ല. അത് കൊള്ളാമല്ലോ. ഉം. എന്നാ എപ്പോഴാ ആ വരുന്നത്? രാവിലെ ആണോ വൈകിട്ടാണോ? നൈറ്റ് ആയിരിക്കും മിക്കവാറും. നൈറ്റല്ലേ. ഉം. ഞാൻ പിന്നെ അന്ന് ഒരു ടോയുടെ കാര്യം പറഞ്ഞില്ലേ, വാട്സപ്പിൽ അയച്ചു തന്നില്ലേ പിക്ക്. അത് ഞാൻ അതെങ്ങനെ? ഓർത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടേ. അപ്പൊ പിന്നെ അത് ഞാൻ ഓർത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരുന്നത് കൊണ്ട് ഞാൻ വരുമ്പോ പിന്നെ തിരിച്ചു വന്നാലല്ലേ നിനക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അത് ശരിയാണ്. റിട്ടേൺ ചെയ്യിക്കാൻ ആന്റി, ഞാനുണ്ടല്ലോ. അതെ ആന്റി വരുമ്പോ പിന്നെ ടോയുടെ നമുക്ക് ആവശ്യമില്ല. കഴിഞ്ഞ തവണ ട്രിപ്പ് പോയ പോലെ പോണം. ആന്റി കഴിഞ്ഞ തവണ വരുമ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണ സൂപ്പർ അല്ലായിരുന്നു, രക്ഷയില്ലായിരുന്നു, അടിപൊളിയല്ലായിരുന്നു. അല്ല പിന്നെ ആന്റി ഫ്രണ്ട്സിനൊക്കെ ഉണ്ടോ? വരുന്നത് കൊണ്ട്. എന്താ? കേട്ടില്ല. ഫ്രണ്ട്സിനൊക്കെ ഉണ്ടോ അത്? പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്, രണ്ടു മൂന്ന് പേർക്കുണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ അവരാ ഒക്കെ പറഞ്ഞത്. കണ്ടിട്ടാണല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെ വാശി പിടിച്ചത് വേണം. അതൊരു നല്ല എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ആന്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങിച്ചു. അപ്പം പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. കുറെ ഉപയോഗിക്കല്ലേ. എത്ര ഉപയോഗിച്ചാലാണ് ആ ടോയോട് ഫ്രഷ്നെസ്. നന്നായിട്ട് കളിക്കാൻ പറ്റുമോ? നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും അതിനെ കൊണ്ട്. അത് വെച്ച് അല്ല ഇനിയിപ്പോ ആന്റി വരുന്നോണ്ട് അതിന്റെ ആവശ്യമില്ല. എന്നാലും പോയി കഴിയുമ്പോഴേ, അതെ. പോയി കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കത്തില്ലേ? നിനക്ക് ബോറടിക്കുമ്പൊക്കെ ഉപയോഗിച്ചോ. അതിനെന്താ. പോയി കഴിഞ്ഞപ്പോ വരുന്നോണ്ട് ഇനി കുഴപ്പമില്ല. നമുക്ക് പിന്നെ എങ്ങനെ, എങ്ങോട്ടാ പോകുന്നത് ട്രിപ്പ്? അത് നാട്ടിൽ വന്നിട്ട് പ്ലാൻ ചെയ്യാം നമുക്ക്. നാട്ടിൽ. എന്തായാലും ഒരു 2 ദിവസം സ്റ്റേ ചെയ്യുന്ന രീതിയിൽ പോവാം. വേറെ ആരൊക്കെ വീട്ടിൽ ആരൊക്കെ അവരൊക്കെ വരുന്നുണ്ടോ? അവരെ കൊണ്ട് പോണോ? വേണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാത്രമല്ല ഉള്ളായിരുന്നു. ഇത്തവണ അമ്മയും അച്ഛനൊക്കെ വരുന്നു പറയുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ. ചേച്ചി ചോദിച്ചു നോക്ക്. അല്ല അവര് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കാണത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതാക്കിയത്. അങ്ങനെ അപ്പൊ ആലോചിക്കുന്നത് നമുക്ക് വേണോ ആഗ്രഹം വേണ്ടയോ. ഉണ്ടാവത്തില്ലേ. കൊണ്ടുപോവാം. നമുക്ക് റൂം വേറെ തന്നെ എടുക്കാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ എല്ലാരും കൂട്ടാം. പിന്നെ സെപ്പറേറ്റ് എടുത്താൽ മതിയല്ലോ അവർക്ക് റൂം. സെപ്പറേറ്റ് റൂം എടുക്കാം. നമുക്ക് വേറെ എടുക്കാം. ഉം. എങ്ങോട്ടാ ഇത് പ്ലാൻ ചെയ്തോ? സ്ഥലം വല്ലതും നോക്കണോ? ഞാൻ നോക്കണോ? നോക്കി നോക്ക്. ഒത്തിരി ലോങ് വേണോ അതോ അടുത്ത് എവിടെലും മതിയോ? ലോങ്ങും കുഴപ്പമില്ല. ലോങ് വേണോ? ഉം. ലോങ്. അതെടുക്കാം. ലോങ് എടുക്കാം. അതല്ല, ലോങ് വേണോന്ന്. ലോങ് ആയിക്കോട്ടെ. വണ്ടി. അപ്പോഴല്ലേ ഒരു വൈബ്. വണ്ടി എൻ്റെ എടുക്കണോ അതോ? ഏതെങ്കിലും അറേഞ്ച് ചെയ്യ്. പിന്നെ ഞാൻ അറേഞ്ച് ചെയ്യാം. നാട്ടിൽ വന്നിട്ടൊരു 1 വീക്ക് എനിക്ക് റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പോവാം. 1 വീക്ക് റെസ്റ്റ് വേണോ? നമുക്ക് കാണണ്ടേ. നീ ഉണ്ടാവൂല്ലോ വീട്ടിൽ തന്നെ. ഞാൻ റസ്റ്റ് അവിടെ എന്ന് പിന്നെ വിചാരിച്ചു കഴിഞ്ഞാ റെസ്റ്റ് അല്ല. അല്ലാതെ ഇങ്ങനെ പുറത്തൊന്നും എവിടെയും പോകുന്നില്ല ഒരു 1 വീക്ക്. വന്നു കഴിയുമ്പോൾ ഞാനവിടെ കാണുമല്ലോ ഫുൾ ടൈം. അല്ലാതെയുള്ള റെസ്റ്റ് ഉണ്ടാവത്തില്ലല്ലോ. അല്ലാതെ റെസ്റ്റ് കാണത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ. വാങ്ങിച്ച സാധനം എങ്ങനെയുണ്ട്? നമുക്ക് ക്വാളിറ്റി നോക്കാം. ഉള്ളതാണോ? അത് വെച്ച് നോക്കാം. അതും കൂടെ നോക്കല്ലേ. ഉം. ഒരു അറിയോ എങ്ങനെയാണെന്ന്? അത് വെച്ച് അറിയില്ല. അറിയത്തില്ല. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞുതരാം. അറിയാവോ? ആന്റിക്കറിയാവോ? അത് വെച്ച് നോക്കാം. നിങ്ങളത് ഉപയോഗിക്കത്തില്ലല്ലോ. നമുക്കല്ലേ അത് വേണ്ടത്. അതെ. പിള്ളേർക്കൊക്കെ അല്ലേ ടോയിന്റെ ആവശ്യം. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞ് അടിപൊളി സാധനമാന്ന് പറഞ്ഞു. ചുമ്മാ വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറഞ്ഞു. നല്ല ടോയ് ആണ്, വാങ്ങിച്ചൊന്ന് കളിച്ച് നോക്കാൻ പറഞ്ഞു. പിന്നെ അന്നേനെ ഫോട്ടോ അന്നേനെ ഷെയർ ചെയ്തേ. മിക്ക പിള്ളേരും ടോയ് വെച്ചിട്ട് കളിക്കാറുണ്ടല്ലോ. നല്ല ടോയ് അത്. ആന്റി പോയി കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അത്ര അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ. നീ എത്ര ഇപ്പൊ നാള് കാണും ഇവിടെ? വീട്ടിൽ തന്നെ ആണല്ലേ? ഞാൻ വീട്ടിൽ തന്നെ കാണും. എത്ര നാളുണ്ടാവും ഇവിടെ?
എത്ര ടൈം വെക്കേഷൻ? ഒരു 2 മാസം. 2 മാസം ഉണ്ടല്ലേ? ഉം. അപ്പൊ 2 മാസത്തേക്ക് എനിക്ക് എന്റെ ആവശ്യമില്ല. നിനക്കിപ്പം എവിടെയും പോകുന്നു വേണ്ടല്ലോ 2 മാസം. അങ്ങനെ വീട്ടിൽ തന്നെ നിക്ക്. എനിക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ, അപ്പൊ വീട്ടിൽ തന്നെ നിക്കാം. സംസാരിച്ചിരിക്കാനൊക്കെ ഒരാള് വേണ്ട. അപ്പൊ വീട്ടിൽ തന്നെ നിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മതിയല്ലോ എന്റെ ആവശ്യം വീട്ടിൽ വരുന്നത്. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അല്ല എവിടെയെങ്കിലും പുറത്തൊക്കെ പോവാ. പുള്ളിക്കാരൻ എന്താ ഞാൻ ഇപ്രാവശ്യം പിന്നെ വരാന്? വേറൊരു ഡ്രൈവറെ വെക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നീ പിന്നെ ഡ്രൈവ് ചെയ്തോളൂല്ലോ അല്ലേ, എവിടെയെങ്കിലും പോണെങ്കിൽ. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരൻ എന്താ വരാഞ്ഞ ഇപ്രാവശ്യം? എന്ത് പറ്റി? ലീവ് കിട്ടിയില്ല, എന്തൊക്കെയോ തിരക്ക്. ആണോ? ഉം. ഒറ്റയ്ക്കാണോ വരുന്നല്ലോ? എങ്ങനെ? ഞാനും കൊച്ചും. ഓക്കെ. പിന്നെ എവിടാ വരുന്നത്? ടിക്കറ്റ് കൺഫേം ആയോ? ടിക്കറ്റ് കൺഫേം ആയി. ഈ മാസം ലാസ്റ്റ് വീക്ക് എന്തായാലും ഉണ്ടോ. ലാസ്റ്റ് വീക്ക് അല്ലേ? അപ്പോഴേക്കും ഞാൻ ഫ്രീ ആയിട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തേക്കൊന്ന് എവിടെയും പോകാനുണ്ടോ നിനക്ക്? എനിക്കെങ്ങും പോകാനില്ല. പോകാനുണ്ടെങ്കിൽ തന്നെ അതിനിപ്പുറം സെറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ലല്ലോ. അതെ അതെ. പോകുന്നവരെ നീ പിന്നെ അവിടെ തന്നെ കാണണം. ഞാൻ ഇവിടെ തന്നെ കാണും. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ വരുന്നാല്. വീട്ടില് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പം വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഓക്കെ. അങ്ങനെ ഇരിക്കുന്നപ്പോ എന്തായാലും വിളിക്ക് വരുന്നതിന് മുമ്പ്. ഓക്കെ. നമുക്കൊന്ന് കൂടാം. എങ്ങനെ വേണോ? വേണം. കൊണ്ടുവരണോ? കൊണ്ടുവാ. ഓക്കെ. കൊണ്ടുവന്നേര്, എന്നാലല്ലേ ഒരു എന്റർടൈൻമെന്റ് ആകത്തുള്ളൂ. അതെ. ഒന്ന് ഇതാക്കാം, നമുക്ക് സെറ്റാക്കാം. ഇങ്ങോട്ട് വിളിക്കാനേ പറ്റത്തുള്ളൂ, എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ലല്ലോ തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തായാലും നാട്ടിൽ വരുമല്ലോ, അതാ ഞാൻ പിന്നെ കുറച്ച് ദിവസം വിളിക്കാതിരുന്നു. പറഞ്ഞ സർപ്രൈസ് ആയിട്ട് വരാനായിരുന്നു. പിന്നെ അപ്പനൊന്ന് ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു. പിന്നെ എന്നെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നൊന്നുമില്ല ഇപ്പൊ. അപ്പൊ എനിക്ക് തോന്നി പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ 2 മാസത്തോളം, പിന്നെ വീട്ടിൽ തന്നെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആവശ്യങ്ങൾക്ക് അങ്ങ് വീട്ടിലേക്ക് വിട്ടേക്കണം. അവനെ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ. കഴിഞ്ഞ തവണ പിന്നെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇടയ്ക്കെങ്ങാണ്ട് നീ ഫ്രണ്ട്സ് എങ്ങാണ്ട്. അതെ. ഇപ്രാവശ്യം കംപ്ലീറ്റ് അവിടെ നിൽക്കാൻ നോക്കണം. വേറെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല. എന്നാ ശരി, വിളിച്ചാൽ മതി ഇടയ്ക്കെന്ന്. ഓക്കെ. നാട്ടിൽ ഓക്കെ വന്നിട്ടൊന്ന് കാണാം. ആൻറ്റി, ശരി.